Hi, Namaskaram. Welcome to my channel. Let's talk. So today is International Human Rights Day. അതായത് മനുഷ്യാവകാശ ദിനമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ബോധമുള്ള കാര്യമാണ് അല്ലേ, ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച്. അതായത് നിയമത്തിന്റെ മുന്നിലും ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരേ ജസ്റ്റിസ്. ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ വളരെ നഷ്ടമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് കിട്ടേണ്ടത് ഡിഗ്നിറ്റി, ഫ്രീഡം ഓഫ് ഡിഗ്നിറ്റി, ഫ്രീഡം ഓഫ് ലൈഫ്, ഫ്രീഡം ഓഫ് തോട്ട് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ബിലീവിങ് ഇൻ ഡിഫറെന്റ് റിലീജിയൻ, അല്ലെങ്കിൽ സ്റ്റേ ഇൻ എനി പ്ലേസ്. സോ മെനി, അത് ഏകദേശം 30 റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു എന്താ പറയണേ, ക്രീഡിനോ അല്ലെങ്കിൽ ഒരു നാഷണാലിസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസൾട്ട് നമുക്ക് ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കുറേയൊക്കെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാം, ബട്ട് വി ആർ നോട്ട് 100% പോയിട്ട് എഗെയിൻ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 50% നമ്മൾ എത്തിയിട്ടില്ല. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമാണ് ലോകത്തുണ്ടായ ആ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഉണ്ടായ ആ ഭീകരാവസ്ഥ, എല്ലാം ജനങ്ങൾക്കും സ്വത്തിനും ഉള്ള നഷ്ടങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് UN കൊണ്ടുവരുന്നത് 1948 ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അത് എല്ലാ ഡിസംബർ 10 നമ്മൾ ഇങ്ങനെ അത് ആഘോഷിച്ചു. ഇതൊരു ആഘോഷം മാത്രമാക്കി, അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ഡേ മാത്രമാക്കി മാറ്റാതെ, നമ്മൾ അറിവുള്ളവർ ഇതിനെക്കുറിച്ച് കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ വിമൻ ആണെങ്കിലും സ്ത്രീകൾക്ക് ആണെങ്കിലും നമ്മൾ പകർന്നു കൊടുക്കും. Human Rights Day is celebrated on every December 10th to honor the Universal Declaration of Human Rights. This day reminds us that every human being deserves dignity, equality, and freedom. It encourages to stand against discrimination and promote justice. Universal Declaration of Human Rights (UDHR) was initiated in 1948. എപ്പോഴാണോ നമ്മളുടെ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾക്ക് ഇങ്ങനെയുള്ള പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങളാണെങ്കിലും ചൈൽഡ് അബ്യൂസസ് കേസുകളാണെങ്കിലും എന്താ പറഞ്ഞേ, ജുവനൈൽ കേസസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഈ ബിലോ 18 കുഞ്ഞുങ്ങൾ ലേബർ ചെയ്യുന്നത്, എല്ലാം പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ സൈബർ ക്രൈംസ്, ഒരുപാട് ക്രൈംസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടേത് ശരിക്കും ഡെമോക്രാറ്റിക് കൺട്രി എന്ന്. പലയിടത്തും മനുഷ്യർക്ക് പല തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അത് വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വെളിയിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം. പലയിടത്തും പല ഓർഗനൈസേഷനിലും ഉണ്ടാകാറുണ്ട്. ഇത് പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ആണെന്നും ഇല്ല പെണ്ണെന്നും ഇല്ല. സോ പലർക്കും ഉണ്ടാകാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ത്രെഡ്സ് ഒക്കെ, ഇങ്ങനെയുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴാണോ നമുക്ക് ഒരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്, അതില്ലാതാക്കാൻ പറ്റുന്നത്, മനുഷ്യന് നിർഭയം ജീവിക്കാൻ പറ്റുന്നത്, ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നത്, നീതി നടപ്പിലാക്കണം എല്ലാവർക്കും ഒരേപോലെ. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ് ഡേ എന്ന് പറയുന്നത് നമുക്കൊരു സിംപ്ലി ഒരു മെമ്മറബിൾ ഡേ മാത്രമായിട്ട്, ആ ഡേയിൽ മാത്രം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് പോകും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, ഓർഡിനറി മനുഷ്യർ, കുഞ്ഞുങ്ങളാണേലും സ്ത്രീകളാണേലും അല്ലാതെ ആണുങ്ങളാണേലും എല്ലാവരും ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരായിരിക്കണം. നമ്മൾ റൈറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായിരിക്കട്ടെ ഹ്യൂമൻ റൈറ്റ് ഡേ. നാളെ നമുക്ക് ലെറ്റസ് ബിലീവ് ദാറ്റ് നാളെ നല്ലൊരു ദിവസം വരും എന്ന് നമുക്ക് നമ്മുടെ നാളത്തെ ലോകം നല്ല ഒരു ഫ്രീഡം ഓഫ് ഡിഗ്നിറ്റി എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും
ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കെല്ലാം എൻ്റെ ഒരു ബർത്ത്ഡേ വിഷസ്. എസ്പെഷ്യലി ഇന്ന് ഹ്യൂമൻ റൈറ്റ് ഡേ അല്ലേ, ഇന്ന് പിറന്നവർ വളരെ ധൈര്യശാലികളാകാനാണ് സാധ്യത. എൻ്റെ ഒരു ബ്രദറുണ്ട്, ദയാനന്ദ ബാബു ബാബു അണ്ണാന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ BMC ബാംഗ്ലൂർ മലയാളി ക്ലബ്ബിൽ ഉള്ള ഫൗണ്ടർ സുനോജിൻ്റെ മോള്, അതുപോലെ തന്നെ ഒരു ടീച്ചറുണ്ട്, സൗദാമിനി ടീച്ചർ, എനിക്ക് വേണ്ടപ്പെട്ട ടീച്ചറാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ടീച്ചർ കളി കാണുന്നു. ആ ടീച്ചറിൻ്റെ അമ്മ ജയലക്ഷ്മിയുടെ അമ്മയ്ക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷസ് തരുവാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും, ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിച്ച എല്ലാവർക്കും വിഷസ്. താങ്ക് യു സോ മച്ച്.